ചെയ്യാൻ പിള്ളേരെ കിട്ടുന്നില്ല. അതിന്റെ ഇടയിൽ ഒരുത്തൻ സംഘടന വിട്ട് എങ്ങനെയാ പ്രേമിക്കണ്ടേന്ന് കാണിച്ചു കൊടുക്കുന്നു. ഇതൊന്നും ദേ പോണ്. എനിക്ക് നല്ല വിഷമമുണ്ടല്ലേ? നിനക്ക് വിഷമില്ലേ? നിനക്ക് വിഷമില്ല? ചെറുതായിട്ട്. നിനക്കുണ്ടല്ലോ. അപ്പൊ എനിക്കുണ്ട്. സ്വപ്നക്ക് എങ്ങനെ എന്നെ അറിയാം? അത് പിന്നെ പറയാം. സ്വപ്ന, ഇത് ചന്തു, ഇത് ശരത്ത്. ഹലോ. ഹായ്. എടാ എന്തെങ്കിലും സംസാരിക്കടാ. എന്താ പറയാ, ഇവരാണ് ഈ കോളേജിലെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഓക്കേ. എടാ നിങ്ങൾ എന്താടാ ഇങ്ങനെ എന്തെങ്കിലും സംസാരിക്കേ? സപ്ന പോളിസി എടുത്തിട്ടുണ്ടോ? ചെറിയ പോളിസിന്റെ പ്രശ്നം. ഞാൻ ഇത് എല്ലാവരോടും പറഞ്ഞാലേ നടക്കുള്ളൂ. എടാ കോളേജിലൊക്കെ ആകെ പരിചയമുള്ള എന്നെ മാത്രം. എടാ എന്നിട്ടോളൂ പറഞ്ഞാ നിന്നെ ഇഷ്ടമാണ്. എടാ ഇനി എന്തിനു പറയണം? അവളെ കളിയും ചിരിയും കണ്ടാനോട് എന്നെ ഇഷ്ടമാണ്. നീ ആദ്യം അവളെ വിളിക്ക്, എന്നിട്ട് ഇഷ്ടമാണെന്ന് ചോദിക്കും, എന്നിട്ട് മതി സ്വപ്നം കാണുന്നത്. എടാ അതിനൊക്കെ ഫോണില്ലല്ലോ. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാ. എടാ ഓളൊരു പ്രത്യേക ടൈപ്പാ. അത് ശരി. എന്തായാലും നാളെ നേരിൽ കാണുമ്പോ അപ്പൊ ചോദിക്കാം. അതെ, അത് കേൾക്കാൻ ഒരു പ്രത്യേക സുഖ. ചോദിക്കണോ? അല്ലേ ഇവന്റെ അവസ്ഥയായി പോകും. പ്രിയ പ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾക്കേവർക്കും സിറ്റി വിഷന്റെ മധുരം മലയാളത്തിലേക്ക് സ്വാഗതം. മധുരം മലയാളത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ SN കോളേജിലാണ് ചിത്രീകരിക്കുന്നത്. കാമാ. നമസ്കാരം, മധുരം മലയാളത്തിലേക്ക് സ്വാഗതം. എന്താണ് കുട്ടിയുടെ പേര്? ഒന്ന് പോയി ചേട്ടാ. അവിടെ കുറച്ച് തരുണി മണികളുണ്ട്, നമുക്ക് അവരോട് സംസാരിക്കാം. ഗുഡ് മോർണിംഗ് എവറിബഡി. എല്ലാവർക്കും മധുരം മലയാളത്തിലേക്ക് സുസ്വാഗതം. മധുരം മലയാളത്തെ കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ലെന്ന് തോന്നുന്നു. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മലയാളത്തിൽ മാത്രം മറുപടി പറയുന്നവരെ മധുരം മലയാളത്തിന്റെ വിജയായി പ്രഖ്യാപിക്കുന്നതാണ്. ഓക്കെ, എല്ലാവരും ഒന്ന് ചേർന്ന് തന്നെ. ആദ്യം ആരോടാണ് ചോദിക്കേണ്ടത്? അതായത് നിങ്ങൾ ചോദിക്കുന്നതിന് മലയാളത്തിൽ ഉത്തരം പറഞ്ഞു. അത്രയല്ലേ ഉള്ളൂ. ഏടിയും പോയി ഇറങ്ങുക, തുടങ്ങുക. ശരി, നമ്മൾ പരിപാടി ആരംഭിക്കുകയാണ്. എന്താണ് പേര്? റോഷൻ. റോഷൻ. റോഷന്റെ ഇനീഷ്യൽ എന്താണ്? ഇനിഷ്യൽ KP. ഓ, താങ്കൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഹൗ സഡൻ? ഇനീഷ്യൽ എന്നത് ഇംഗ്ലീഷാണ്, KP എന്നത് ഇംഗ്ലീഷാണ്. ഈ KPക്ക് എന്താ മലയാളം? കാപ്പ. കോപ്പ. നീ അവളെ വിളിച്ച് കാര്യം പറ. ഇപ്പൊ പറ്റില്ല. നീ പറയണ മീഡിയ കറക്കെ പോട്ടെ, എന്നിട്ട് സമാധാനത്തിൽ പറയാം. എന്ത് ചിരിയല്ലേ? നല്ല പാല് പോലത്തെ ചിരി. അടുത്തത് ആരാണ്? നെക്സ്റ്റ് ആരുല്ലേ? ഞാൻ പറയാം. അതാണ്. ധൈര്യത്തോടെ മുന്നോട്ട് വരും. അപ്പൊ നമുക്ക് ആരംഭിക്കാം. എന്താണ് പേര്? സ്വപ്ന. സ്വപ്നയുടെ എന്തിനു പഠിക്കുന്നു? 2ാം വർഷ ബിരുദം ഊർജ്ജതന്ത്രം. അപ്പൊ സ്വപ്നയുടെ ഹോബീസ് എന്തൊക്കെയാണ്? നല്ല ചലച്ചിത്രങ്ങൾ കാണും, പിന്നെ വായന, പാട്ട്. സ്വപ്ന ലഞ്ച് എവിടെ നിന്നാണ് കഴിക്കാറുള്ളത്? ഉച്ചഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുവരും. പിന്നെ ഈ കലാലയത്തിന് ഭോജനശാല ആടുണ്ട്, അപ്പൊ പിന്നെ അവിടെ നിന്ന് കഴിക്കും. ഭോജനശാലയാ? ഞാനിതൊക്കെ ആദ്യമായിട്ട്. കവിയാണത്രേ, കവി. നമ്മുടെ സ്വപ്ന വിജയിച്ചുകൊണ്ട് മുന്നേറുകയാണ്. ഇതുവരെ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും മലയാളത്തിൽ മാത്രമാണ് സ്വപ്ന ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അവസാനമായി 2 ചോദ്യങ്ങൾ. സ്വപ്ന, ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്താണ്? ഈ സൗഹൃദം, ഈ ബന്ധം, കൂട്ടായ്മ, പിന്നെ ഇതിനിടയിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, അതൊക്കെയാണ് ഏറ്റവും ഇഷ്ടം. ഓക്കെ, ജീവിതത്തിൽ ഏറ്റവും വെറുക്കുന്നത് എന്താണ്? പ്രണയം. ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും വെറുക്കുന്നത് പ്രണയത്തെയാണ്. പ്രണയത്തോടും പ്രണയിക്കുന്നവരോടും എനിക്ക് അറപ്പാ. ഓ മൈ ഗോഡ്. അപ്പൊ കുട്ടി ആരെങ്കിലും പ്രേമിച്ച? അയാളെ ഞാൻ കൊല്ലും. നീ ഇപ്പൊ പറയുന്നത് നന്നായി. കൊന്നുകളഞ്ഞാലേ ഉള്ളൂ. ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും മലയാളത്തിൽ മാത്രം ഉത്തരം പറഞ്ഞ സ്വപ്നയെ വിജയായി പ്രഖ്യാപിക്കുകയാണ്. അടുത്ത ചോദ്യമായി അടുത്ത ആളിലേക്ക് പോകുന്നതിന് മുന്നേ ഷോർട്ട് ബ്രേക്ക്. ഏറ്റവും കൂടുതൽ വെറുക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ത്രില്ലില്ലേ? അതുണ്ട്. നീ നോക്കൂ, ഇവളെ ഞാൻ ഇഷ്ടപ്പെടുത്തും. എന്നാ പിന്നെ നമുക്ക് ഭോജനശാല പോയി ഒരു ചായ കുടിച്ചാലോ? ചായ മാത്രം പോരാ, ഉണ്ടം പൊരിയും വേണം. കുറച്ച് പതുക്കെ പോവോ? എന്ത് സ്പീഡായി? മാറാ. ഷാജഹാൻ പാടി തന്നു.
കുട്ടേട്ടാ 3 ചായ. ചായ വേണമെങ്കിലേ ടോക്കൺ എടുക്കണോ? ടോക്കൺ ഇപ്പൊ തരാം. ടോക്കണ പണി പാളിയല്ലേ? ഇനി നിന്റെ മുങ്ങലൊന്നും നടക്കൂലടാ മോനെ. അടുക്ക് മുങ്ങുന്നേ ഇല്ലാണ്ടായി. ചൗബീസ്. എങ്ങനെ? ചൗബീസ്. എന്ത്? 24 രൂപ എടുക്ക്. ഭക്ഷണത്തിന് പൈസ കൊടുക്കാനാ പിന്നെ വേറെ ഏതെങ്കിലും നല്ല ഹോട്ടലിൽ പോയാൽ. എന്നാലും വാലന്റൈൻസ് ഡേ ആയിട്ട് ഷാജാൻ എന്ത് പണിയാ കാണിച്ച്? പാവ ആത്മഹത്യ ചെയ്ത് കാണുമോ? നമുക്ക് ഈ അടുത്തുള്ള റെയിൽവേ ട്രാക്കിലൊക്കെ ഒന്ന് പോയി നോക്കിയാലോ? ഏതായാലും ട്രെയിനിന് തല വെച്ച് മരിക്കാൻ തന്നെ എൻ്റെ പ്ലാൻ. മധുരത്തിൽ മുങ്ങി മരിച്ച ഉറുമ്പാണ് ഞാൻ. എടാ ഇതൊക്കെ ഷാജഹാൻ നമ്പറാന്ന്. എന്ത് നമ്പർ? എടാ വരെ പ്രേമം പൊട്ടിന്ന് പറഞ്ഞില്ലേ, അത് ശരിയാക്കാനുള്ള നമ്പർ. ഷഹാന ക്ലാസ്സിൽ വരുമ്പോൾ ബോർഡിൽ എഴുതി കണ്ട ഓളെ മനസ്സിനക്കൂലി. അതാണ് ചൂട് ചായ. ഞാൻ അങ്ങനെ എന്തെങ്കിലും നമ്പർ ഇട്ടതെന്ന് ആലോചിക്കുന്നത്. ഞാനിന്ന് എൻ്റെ ഇഷ്ടോട് പറയാമെന്ന് വിചാരിച്ച് ഇനി അത് നടക്കൂല. ആ ഷാജാൻ്റെ വിഷയം പൂജ്യം ടീമും കൂടിയിട്ട് അലക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ, നീ പോയി പറടാ. നീ പറയടാ, നമ്മളുടെ കൂടെ. ആ ഷാജഹാൻ എന്ന നാടകത്തിലൂടെ നമ്മുടെ എല്ലാം മനം കവർന്ന് നമ്മളെല്ലാവരും സ്നേഹത്തോടെ ഷാജഹാൻ എന്ന് വിളിക്കുന്ന ശ്യാം സുന്ദർ എന്ന യുവ കലാകാരൻ ആത്മഹത്യ ചെയ്യാണെന്ന് എഴുതി വെച്ച് പോയിരിക്കുകയാണ്. പ്രണയം നാശത്തിനാണെന്ന് തൃപ്തിയായി. ആരാ നിൽക്കും നോക്കി? ഷഹാന പഠിത്തം നിർത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതൊക്കെ അവരുടെ ഒടുക്കത്തെ പ്രണയം കാരണം സംഭവിച്ചത്. ഇവള് കാരണം ഷാജഹാന്റെ പ്രേമം പൊട്ടിയത്. തോള് നിട്ട് അലക്കുന്നുണ്ടല്ലേ? അപ്പാ പോവാ. ഇവിടെ ഒരു പ്രണയം കാരണം നമുക്ക് നഷ്ടപ്പെട്ടത് ഭാവിയിൽ ഈ കോളേജിന്റെ അഭിമാനമായി മാറേണ്ടിരുന്ന ഒരു യുവ കലാകാരനാണ്. ചെല്ല് കൂട്ടത്തെ ചെല്ലാൻ വിളിക്കുന്നു. അതുകൊണ്ട് ഇനി മുതൽ നമ്മുടെ ഈ ക്യാമ്പസിൽ പ്രണയിക്കാൻ വേണ്ടി മുട്ടിയുരുമി നിൽക്കുന്ന ആരെയും നമ്മൾ പ്രണയിക്കാൻ അനുവദിക്കില്ല എന്ന് ALS ഉറക്കെ പ്രഖ്യാപിക്കുന്നു. എടാ ഇവക്കെന്താ പ്രാന്താണോ? എടാ +2 പഠിക്കുമ്പേ ഓളൊരുത്തനായിട്ട് ഒടുക്കത്തെ പ്രണയത്തിലായിരുന്നു. ഓനോളെ നൈസായിട്ട് പറ്റിച്ചു. അതിന് പകരം വീട്ടിലായിരുന്നു ഒരു തരം സൈക്കിക് റിവെഞ്ച്. എന്തായാലും നോക്ക്, ഞാൻ എൻ്റെ കാര്യം പറയാൻ പോകും. പറയാൻ പറ്റിയ സമയം ചെല്ലി. നീ കളിയാക്കണ്ട, എൻ്റെ ഇഷ്ടം ഞാൻ നിന്നോട് പറയും. അടി ഇവന് പ്രാന്തായ വൈകാതെ പ്രാന്താവും. ഡി നിനക്ക് എന്തിനാ വീട്ടുകാർ കോളേജിൽ വിടുന്നേ? പഠിക്കാനോ അതോ പ്രേമിക്കാനോ? എടി എന്തിനാന്ന്? ഇങ്ങനെ അടിക്കല്ലേ? ഒരു മയത്തിലൊക്കെ മതി. പഠിക്കാൻ. എന്നാ പഠിച്ചോണം. നിങ്ങളെ പോലെ ഇങ്ങനെ ഒലിപ്പിച്ച് നടന്നൊരുത്തനാ സ്വന്തം പെണ്ണിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചത്. അതുകൊണ്ടൊക്കെ ഈ പറയുന്നേ, മനസ്സിലാക്ക്. അല്ല, എന്റെ വിഷ്ണു അങ്ങനെയല്ല. എന്റെ വിഷ്ണു ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്നെയാ. ഇത് തന്നെയാണ് പ്രണയിക്കുന്ന എല്ലാ നായിന്റെ മക്കളും പറയുന്നത്. ഇനി നീ ഓനായിട്ട് സംസാരിക്കുന്നത് കണ്ടാൽ നമ്മൾ ഈ ബന്ധം വീട്ടിലറിയിക്കും. പിന്നെ നിന്റെ അച്ഛനമ്മ ഇവിടെ ഉണ്ടാവും. അങ്ങനെ ചെയ്താ ഞാൻ ആത്മഹത്യ ചെയ്യും. ആ ആത്മഹത്യ. അതെ എടോ, എനിക്കൊരു പെങ്ങളുണ്ടായിരുന്ന ഇതുപോലെ ചെറ്റ പ്രേമിച്ച് പറ്റിച്ചാ ഓൾ ആത്മഹത്യ ചെയ്തു. അതുപോലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒന്ന് മനസ്സിലാക്ക്. എന്തിനാ വെറുതെ കുഴിയിൽ വീഴുന്നത്? ഇതൊക്കെ പ്രായത്തിൽ തോന്നുന്ന. സ്വപ്ന, ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പേഴ്സണലാണോ? പേഴ്സണലാണ്, പക്ഷേ എനിക്കത് പബ്ലിക്കായിട്ട് പറയണം. പറയട്ടെ? ആ പറ. എനിക്ക് സ്വപ്ന ഇഷ്ടമാണ്. എനിക്ക് ജെപിനെ ഇഷ്ടമാണല്ലോ. ഇതൊരു ഫ്രണ്ടിനോട് തോന്നുന്ന ഇഷ്ടമല്ല. പിന്നെ എനിക്ക് തന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് യു. എന്ത്? ഐ ലവ് യു. വീട്ടിൽ ഭ്രാന്താണ്.